നമസ്കാരം, സുഭാസാറാണ്. മറ്റേ എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതൊരു നല്ലൊരു ചാപ്റ്റർ, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, നമ്മുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഇത്ര പ്രശ്നമില്ലേ, നമ്മളെല്ലാം അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരി ചോദ്യങ്ങൾ അതിനുള്ളിലുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ എല്ലാ ചാപ്റ്ററിലും നമുക്ക് എളുപ്പമാണ് എന്ന് പറയുന്ന പ്രത്യേക ചാപ്റ്ററിലൊക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകൾ നമ്മളെ പരാജയപ്പെടുത്തും. അപ്പൊ അവനെയൊക്കെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാനും എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കണം. ഞാൻ ഈ വായിക്കുന്നത് മാത്രമാവരുത്, നിങ്ങൾ വായിച്ചൊരു പ്രാക്ടീസ് ആണ്. ക്വസ്റ്റ്യനെ നിങ്ങൾ തന്നെ വായിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കൃത്യമായിട്ടുള്ള അസസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അതും വളരെ കുറച്ച് സമയം കൊണ്ട്. നമ്മൾ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻ തന്ന് ക്ലാസ്സും തന്ന് നെക്സ്റ്റ് നമുക്കൊരു മെറ്റീരിയൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ സോൾവ് ചെയ്ത് തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത വർഷം ഉള്ളത് മെയിൻ ആയിട്ടുള്ളത് കീമുണ്ട്, ND ഉണ്ട്, ക്വിസാറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ JEE എല്ലാം ഉണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. A set X contains 12 elements. ഓക്കെ, നമുക്ക് ഒരു വലിയൊരു സെറ്റ് ആണ്. അതിനോട് 12 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. Then find the number of subsets. അപ്പൊ അത് കേട്ടുള്ളൂ അല്ലേ, സബ്സെറ്റ്സ്. Find the number of subsets of X. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. which contains എന്താണ്, more than 6 elements. more than 6 elements എന്ന് പറഞ്ഞാൽ നമുക്കൊരു 12 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ്സ് ഉണ്ട്, 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സ് ഉണ്ട്, 3 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സ് ഉണ്ട്, 4 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സ് ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, അങ്ങനെ 8 എലമെന്റ്സോ 9 എലമെന്റ്സിലുള്ള എല്ലാ സബ്സെറ്റ്സും ഉണ്ട്. നമുക്കിവിടെ വേണ്ടത് 6 പേരിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം എത്ര ടോട്ടൽ, അതാണ്. അതിന് താഴെയുള്ളത് വേണ്ട. 6 കൂടുതൽ എന്ന് പറയുമ്പോൾ 7, 8, 9, 10, 11, 12 വരെ. മനസ്സിലായല്ലോ. 7 എലമെന്റ്സ് ഉള്ളത്, 8 എലമെന്റ്സ് ഉള്ളത്, 9 എലമെന്റ്സ് ഉള്ളത്, അത്ര. ഈ 6 തൊട്ട് താഴോട്ട് വേണ്ട കേട്ടോ. മോർ ദാൻ 6 എന്ന് പറഞ്ഞാൽ 6 തന്നെ കൂടണം. അപ്പൊ 7 തൊട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മളൊരാൾ ചോദിക്കുക, 5 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിച്ച് കണ്ടെയ്ൻസ് 5 എലമെന്റ്സ് എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ പറയേണ്ടത് 12C5 എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 5 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം 12 എണ്ണം ഉണ്ടല്ലോ ടോട്ടൽ. അതിനുള്ളിൽ 5 മെമ്പേഴ്സ് അടങ്ങുന്ന സബ്സെറ്റ്സുകളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് 12C5. 6 എലിമെന്റ്സുകളുടേതോ 12C6, 7 എലിമെന്റ്സിന്റേതോ 12C7. നിങ്ങൾക്കറിയാം അതുപോലെ ടോട്ടൽ സബ്സെറ്റ്സിന്റെ ഫോർമുല 2n. ഇവിടെ n 12 ആയതുകൊണ്ട് 2 ഓക്കെ, 12 എലിമെന്റ്സ്. ഇനി ഞാൻ അടുത്തത് എഴുതാൻ പോകുന്ന കാര്യം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം ചോദിച്ചാൽ ആൻസർ വരുന്ന എത്രയാണ്, 12C1. 2 എലമെന്റ്സുകളുള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം 12C2 ആണെങ്കിൽ എലമെന്റുകളെ ഇല്ലാത്ത മീൻസ് നൺ സെറ്റ് വരുന്നത് 12C0. അവർ 3 എലമെന്റ്സ് ഉള്ളത് 12C3, 4 എലമെന്റ്സ് ഉള്ളത് 12C4, 5 എലമെന്റ്സ് ഉള്ളത് 12C5, 6 എലമെന്റ്സ് ഉള്ളത് 12C6, 7 എലമെന്റ്സ് ഉള്ളത് 12C7, 8 എലമെന്റ്സ് ഉള്ളത് 12C8, 12C9, 12C10, 12C11, 12C12. ഇത്രയാണ് ടോട്ടൽ സബ്സെറ്റ്സുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത്. ഇത് 0 എലമെന്റ്സ് ഉള്ളത് മീൻസ് നൺ സെറ്റ്. ഇതെന്താണ്, ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം. ഇത് 2 എലമെന്റ്സുകളുള്ള സബ്സെറ്റ്സുകളുടെ എണ്ണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ടോട്ടൽ സബ്സെറ്റ്സ് ആയി. അതെത്ര എല്ലാവർക്കും അറിയാം, 2 അപ്പൊ ഈക്വൽ ടു ആരും ഇക്വേറ്റ് ചെയ്യാം 2 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ സബ്സെറ്റ്സ് കിട്ടും, ഈക്വൽ ടു 2 ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത് മനസ്സിലാവുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് 2 ആണോ, ശരിയല്ലയോ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, 7 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകൾ. ഇതെന്താണ്, 8 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകൾ. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ടോട്ടൽ സബ്സെറ്റ്സ് അത് എത്ര തന്നുണ്ട് നമുക്കറിയാം, 2 അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2 ഈക്വലായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത നോക്കിക്കോണേ. ഈ 12C5ഉം 12C7ഉം തമ്മിൽ എന്താണെന്നൊക്കെ അറിയാം, ഈക്വൽ ആണെന്ന് അറിയാം. അങ്ങനെ കുറെ പേരുണ്ട്. നമുക്കിവിടെ വേണ്ടത് എന്താ, ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. കണ്ടെയ്ൻസ് മോർ ദാൻ 6 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവിടം തൊട്ടുള്ളവരുടെ സമ്മ ഇത്രയും സമ്മ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ 12C7 തൊട്ട് 12 വരെയുള്ളതിന്റെ സം. ഇതാ നമുക്ക് 6 എലമെന്റ്സിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ 12C7 തൊട്ട്
12C12 വരെ ഇതിന്റെ സം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ 12C7 കണ്ടുപിടിക്കാൻ 12C8 കണ്ടുപിടിച്ചൊക്കെ അങ്ങോട്ട് ചെയ്ത് ആൻസർ ആക്കി നോക്കുമ്പോൾ ഇവിടെ ഒന്നും അതിന്റെ ആൻസർ അങ്ങനെയൊന്നും ഇല്ല, ഒരു നമ്പറായിട്ട് ആൻസറേ ഇല്ല. അപ്പൊ അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും ആൻസർ നമ്മൾ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കും ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ച 12C5 എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ മോനെ 12C7. അതുപോലെ 12C4 ഈക്വൽ ആർക്ക് ഈക്വൽ 12C. എന്തുകൊണ്ടാ 12C4ഉം 12C8 തമ്മിൽ ഈക്വൽ ആവും, കാരണം 4+8 ഈ 12 കിട്ടുന്നതുകൊണ്ടാണ് 12C4ഉം 12C8 തമ്മിൽ ഈക്വൽ ആകുന്നത്. അതുപോലെ 12C5ഉം 12C7 തമ്മിൽ ഈക്വൽ ആകും, കാരണം 5+7 12 അല്ലേ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ സഫിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ പ്രിഫിക്സുകളുടെ തുല്യമാണെങ്കിൽ അത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അങ്ങനെ 12C3ഉം 12C9 തമ്മിൽ ഈക്വൽ ആയിരിക്കും. 12C2ഉം 12C10 തമ്മിൽ ഈക്വൽ ആയിരിക്കും. 12C1ഉം 12C11 തമ്മിൽ ഈക്വൽ ആയിരിക്കും. 12C0ഉം 12C12 തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ മാറി നിൽക്കും. അപ്പൊ ഇവര് തമ്മിൽ ഈക്വൽ, ഇവര് തമ്മിൽ ഈക്വൽ, ഇവര് തമ്മിൽ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മിനെ ഞാൻ എക്സ് എന്ന് എടുക്കും. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ അതാണല്ലോ, ഇത്രയുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. അത്രേനെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. 12C7 തൊട്ട് 12C12 വരെയുള്ള സം ആരെന്നെടുക്കുന്നു എക്സ്. ഇത്രയും പേരുമായിട്ട് ഈക്വൽ എന്ന് പറയാം, ഇതിന് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതും തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഈ സമ്മും തമ്മിൽ ഈക്വല 1 2 3 4 5 6 1 2 3 4 5 6. ഇവിടെ 6 പേരുണ്ട്, ഇവിടെ 6 പേരുണ്ട്. ഈ 6 പേരൊക്കെ തന്നെ തുല്യമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്താലും എന്ത് തന്നെയാണ് സെയിം. അപ്പോൾ നമുക്ക് ഇതിനെ ആരെന്നെടുക്കുന്നു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതിനെ എനിക്ക് ആരെന്ന് തന്നെ എടുക്കാം, എക്സ് എന്ന് തന്നെ എടുക്കാം. ബിക്കോസ് ഈ 6 പേർക്ക് തുല്യമാണ് ഈ 6 പേർ. അപ്പൊ ഈ 6 പേര് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഈ 6 പേര് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 6 പേരുടെ സമ്മ് ഞാൻ എക്സ് എന്ന് എടുത്തു, നമുക്ക് അതാണ് വേണ്ടത്. അപ്പൊ ഇത് എത്ര തന്നെയായിരിക്കും എക്സ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 12C6 പിന്നെയും എക്സ് ഈക്വൽ എത്രയാണ് 2 എത്ര മോനെ 12. ഓക്കെ, അവിടുന്ന് എക്സ് പ്ലസ് എക്സ് എത്ര കിട്ടും 2x പ്ലസ് 12C6 ഈക്വൽ ടു 212. അവിടുന്ന് 2x ഈക്വൽ 212 മൈനസ് 12C6 or x ഈക്വൽ 212 മൈനസ് 12C6 ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ലാസ്റ്റ് എളുപ്പം തീർന്നില്ലയോ. 212 മൈനസ് 12C6 ബൈ 2 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. മാത്സ് പഠിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതെന്റെ രീതിയിൽ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാത്സ് കയ്യിലുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴി കിട്ടിയിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി, പ്രോബ്ലം മനസ്സിലായെങ്കിൽ, പ്രോബ്ലം ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.